ഹലോ ഗേസ്, ഞണ്ട് ക്ലീൻ ചെയ്യുന്നത് കണ്ടാലോ? അമ്മയാണ് കേട്ടോ ക്ലീൻ ചെയ്യണത്. ഹലോ ഗേസ്, പൊന്നുനെ കിട്ടിയിട്ടുണ്ട്. പൊന്ന് കണ്ടോ ഗേസ്, പൊന്ന് വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾ. ഇതാണോ കുഞ്ഞു ഞണ്ടുകൾ? ഈ ഓറഞ്ച് കളർ പൊന്ന് വിരിഞ്ഞാണ് കുഞ്ഞു ഞണ്ടുകൾ ഉണ്ടാവുന്നത്. അങ്ങനെ അമ്മ ഞണ്ടുകുട്ടന്മാരെ നന്നായി ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്യുമ്പോൾ ആ പൊന്ന് കളയരുത്. പൊന്ന് കളഞ്ഞാൽ പിന്നെ കറിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. പൊന്ന് സൂക്ഷിച്ചെടുക്കണം. ഞണ്ട് കാണാനൊക്കെ ഭംഗിയാണ്, പക്ഷേ കഴിക്കാൻ നല്ല പാടാണല്ലേ. ഞണ്ട് കഴിക്കുമ്പോൾ നമ്മുടെ ആത്മാഭിമാനമൊക്കെ കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചിട്ട് കഴിക്കണം, അല്ലെങ്കിൽ കഴിക്കാൻ പറ്റില്ല. പണ്ട് ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൂപ്പൻ്റെ അവിടെയൊക്കെ കുഞ്ഞു ഞണ്ടുകളിങ്ങനെ തോടിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നടക്കണത്. അത് നല്ല റെഡ് കളർ ഞണ്ടുകളായിരുന്നു. പക്ഷേ ഇത് കടലിൽ നിന്ന് പിടിക്കണതാണ്. ഞണ്ട് വൃത്തിയാക്കുന്നതിന് മുമ്പേ തന്നെ ഞണ്ട് നന്നായിട്ട് പുറമേ നിന്ന് വാഷ് ചെയ്യണം. നിറയെ മണ്ണായിരിക്കും. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. അങ്ങനെ നമ്മുടെ കടൽ ഞണ്ടുകളെല്ലാം അമ്മ നന്നായി ക്ലീൻ ചെയ്തു, കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് അത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കണം. നന്നായി തിളവന്ന് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഇഞ്ചി കഷ്ണങ്ങൾ നന്നായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. 2-3 പച്ചമുളകുകൾ നെടുകെ കീറി കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അടുത്തതായി മസാലയിലേക്ക് ആവശ്യമായ ഐറ്റംസ് അരിയാം. സവോള നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിനെടുക്കാം. വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി എല്ലാം കൂടി അരിയാം. എന്നിട്ട് സവാള നന്നായിട്ട് വഴറ്റാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്. സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നന്നായി വഴറ്റുക. നമ്മൾ ചേർത്ത സവാള പകുതി ആവുന്നത് വരെ നന്നായി വഴറ്റുക. അടുത്തതായി വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. അത് വാടിക്കഴിയുമ്പോൾ തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റാം. അത് കഴിഞ്ഞ് കുറച്ച് കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർത്തെടുക്കാം. ഗരം മസാല തുടങ്ങിയ ഇഷ്ടമുള്ള പൊടികളൊക്കെ ചേർക്കാം. നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് നന്നായിട്ട് വേവിച്ച ഞണ്ടിൻ കുട്ടന്മാരെ ചട്ടിയിലോട്ട് തട്ടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ച് കറി ലീവ്സ് കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിലൂടെ ഒഴിച്ച് വിളമ്പാവുന്നതാണ്. സ്വാദിഷ്ടമായ ഞണ്ട് റോസ്റ്റ് ഇവിടെ തയ്യാർ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.